ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 31ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണമെന്ന് ടാങ്സാൻ എല്ലാവരോടും പറയുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ അവർ ഷ്രെക്ക് അക്കാദമിയിൽ എത്തുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ എത്തുമ്പോൾ കിളികളുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അക്കാദമി ശത്രുക്കളുടെ നിരീക്ഷണത്തിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. മാഹോങ് ജുണിനോട് ബായ്ചെങ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശത്രുക്കളെ അലേർട്ട് ആക്കാത്ത രീതിയിലാണ് അവർ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവശതയിലായിരുന്ന ദൂഗുബോ ടാങ്സാനെ കടന്നു പിടിച്ചുകൊണ്ട് ബെങ്ങിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. തിയാൻഡുവോ സാമ്രാജ്യത്തിലെ കൊട്ടാരത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ദൂഗുബോ അവിടെ എത്തിയതായിരുന്നു. ടാങ്സാൻ ആകട്ടെ മാഹോങ് ജുണിനോട് ഉടനെ തന്നെ യാങ്ബുഡിയെ വിളിക്കാൻ പറയുന്നു. ബെങ്ങിനെ നോക്കുകയാണെങ്കിൽ ക്രൗൺ പ്രിൻസ് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യുന്ന സമയത്ത് ആളുകളുടെ മുമ്പിൽ എല്ലാ കുറ്റവും ഏറ്റുപറയണമെന്ന്. ആദ്യം അവൻ അതിന് തയ്യാറാകുന്നില്ല. മാത്രമല്ല, എന്തായാലും അവൻ തന്നെയാണ് അടുത്ത രാജാവാകാൻ പോകുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ ക്രൂരതകൾ ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ ഫാദർ ഒരുപാട് കാലം ജീവിച്ചു, മരിക്കാനുള്ള സമയമായി എന്ന് മാത്രമാണ് അവൻ അതിന് ഉത്തരം പറഞ്ഞത്. ബെങ് അപ്പോൾ അവനെ മോൺസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ അവനൊരു കാര്യം പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ മോൺസ്റ്റർ ആണ്. എന്റെ ഉള്ളിലൂടെ ഒഴുകുന്നത് മറ്റൊരു മോൺസ്റ്ററിന്റെ രക്തമാണ്. അവളെ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാൻ അവളെ വെറുക്കും തോറും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നു. നിനക്ക് ചിന്തിക്കാനുള്ള സമയം ഞാൻ തന്നിരിക്കുകയാണ്. നിനക്ക് യെസ് എന്നോ നോ എന്നോ പറയാം. നോ എന്നാണ് ഉത്തരമെങ്കിൽ നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ഫാദറിന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. നീ നിന്റെ ഫാദറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതല്ലേ? ടോർച്ചർ ചെയ്തായിരിക്കും നിന്റെ ഫാദറിനെ ഞാൻ കൊല്ലാൻ പോകുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഫാദറിനോട് സ്നേഹമുള്ള ബെങ് അതിനെ സമ്മതിക്കുന്നുണ്ട്. അവൻ വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കാൻ കൊട്ടാര വൈദ്യനെ ഉപയോഗിച്ച് ഒരു വിഷവും അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ 1000 ഉറുമ്പുകൾ എല്ലുകൾ കടിക്കുന്നത് പോലെയുള്ള വേദനയായിരിക്കും ഉണ്ടാവുക. ആന്റിഡോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭേദമാകും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേദനയാൽ പുളയുന്ന അവൻ ആന്റിഡോട്ടും ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ വരെയും പിടിച്ചു നിൽക്കാനുള്ള ആന്റിഡോട്ട് മാത്രമേ കൊടുക്കുന്നുമുള്ളൂ. യാങ്ബുഡി ആകട്ടെ ദൂഗുബോയെ ട്രീറ്റ് ചെയ്ത് അവസ്ഥ മെച്ചപ്പെടുത്തുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള പരിക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. നല്ലവണ്ണം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അയാൾ ഓക്കെ ആകും. അതിനുശേഷം അവർ ഡിസ്കസ് ചെയ്യുന്നത് ദൂഗുബോയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബെങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ്. ടാങ്സാനും മുബായും ഒക്കെ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അവനെ കൊന്നിട്ടുണ്ടാകില്ല. പബ്ലിക്കായിട്ട് വിചാരണ ചെയ്ത് അവനെ കൊണ്ട് എല്ലാ കുറ്റവും ഏറ്റുപറയിപ്പിക്കാനായിരിക്കും ക്രൗൺ പ്രിൻസ് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഒരേ സമയം രാജാവുമാകാം, ശത്രുക്കളെ ഇല്ലാതെയും ആക്കാം. ടാങ്സാൻ പറയുകയാണ്, ദൂഗുബോ രക്ഷപ്പെട്ട സ്ഥിതിക്ക് അടുത്ത പ്ലാനിനെ കുറിച്ചായിരിക്കും അവൻ ചിന്തിക്കുന്നത്. രാജാവിനെയും ബെങ്ങിനെയും രക്ഷിക്കണമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. ട്രാപ്പാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിലേക്ക് എടുത്തു ചാടാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. പക്ഷെ അതിൽ വിജയിക്കുകയാണെങ്കിൽ എല്ലാം തലകീഴായി മറിയും. ബന്ധനസ്ഥതയിലുള്ള ബെങ്ങിനെ നോക്കുകയാണെങ്കിൽ കുറെ നേരം എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി അവസാനം മരിച്ചവനെ പോലെ കിടക്കുന്നു. അവൻ മരിക്കാതെ നോക്കേണ്ടത് അംഗരക്ഷകരുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് അത് കണ്ട് അംഗരക്ഷകർ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നാൽ അത് ബെങ്ങിന്റെ ഒരു ട്രിക്ക് ആയിരുന്നു. അയാൾ അടുത്തെത്തിയ ഉടനെ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ സാധനം അയാളുടെ നേരെ ഇട്ട് അയാളെ കീഴടക്കി അയാളുടെ കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് ബെങ് രക്ഷപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ ചക്രവർത്തിയുടെ അടുത്ത് തന്നെ എത്തുന്നതാണ്. അവിടെ കൊട്ടാരം വൈദ്യനെയും അവൻ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞുമിരുന്നു. കാരണം കൊട്ടാരം വൈദ്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, നീ പേടിക്കേണ്ട, അവസാന ഡോസ് മരുന്നും കൊടുത്തു കഴിഞ്ഞു. ദേഷ്യത്തോടെ ആന്റിഡോട്ട് തരാൻ പറഞ്ഞുകൊണ്ട് ബെങ് അവനെ കൊണ്ടും വിഷം കഴിപ്പിച്ചിരുന്നു. എന്നാൽ അവന് മരണത്തെ പോലും ഭയമില്ലായിരുന്നു. മരണത്തെക്കാളും വലിയ ശിക്ഷ അവന് കൊടുക്കും, അത്രമാത്രം ടോർച്ചർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ പേടിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ കെയർ ചെയ്തത് ഒന്ന് മാത്രമായിരുന്നു. അവനുണ്ടാക്കിയ ആ പോയിസണിൽ നിന്ന് ആർക്കും ചക്രവർത്തിയെ രക്ഷിക്കാൻ സാധിക്കില്ല. അത് മാത്രമേ അവൻ കെയർ ചെയ്തിരുന്നുള്ളൂ. ദൂഗുബോയെ നോക്കുകയാണെങ്കിൽ ബോധം വന്ന ഉടനെ തന്നെ ബെങ്ങിനെ രക്ഷിക്കാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. ട്രാപ്പാണെന്ന് അറിഞ്ഞിട്ടും ബെങ് അതിലേക്ക് ചെന്ന് ചാടിയതായിരുന്നു. ക്രൗൺ പ്രിൻസ് ആകട്ടെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അയാളുടെ കൂടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ ഉണ്ടല്ലോ, അയാൾ നിസ്സാരക്കാരനല്ല. ദൂഗുബോയുടെ മാർഷൽ സോളിനെ പോലും അയാൾ അടിച്ചമർത്തിയിരുന്നു. ടാങ്സാൻ ആകട്ടെ അതിനുശേഷം അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട, ഞങ്ങൾ തീർച്ചയായും ബെങ്ങിനെയും ചക്രവർത്തിയെയും രക്ഷിക്കുമെന്ന് പറയുന്നു. ദൂഗുബോയും കൂടെ വരാൻ ഒരുങ്ങിയതാണ്. എന്നാൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ടാങ്സാൻ അതിന് സമ്മതിച്ചില്ല. യൂഷി ആകട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിഗ്നൽ തന്നാൽ മതി, തിയാൻഡുവോ സാമ്രാജ്യത്തിലെ സോൾ മാസ്റ്റേഴ്സ് ലീജിയന്റെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ അത് യൂസ് ചെയ്യണ്ട എന്നാണ് ടാങ്സാൻ പറഞ്ഞത്. കാരണം എന്തൊക്കെയോ പദ്ധതി മാർഷൽ സോൾ ഹാൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർഷൽ സോൾ ഹാളിന്റെ ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ടെന്റ് അടിച്ചിരിക്കുന്നത്. റോങ് ഇക്കാര്യം റോങ്ങിന്റെ ഫാദറിനെയും ക്യൂബറാംബർ പഗോഡ സെക്ടിനെയും അറിയിക്കാമെന്ന് പറയുന്നു. താങ്ക്ലാന്റെ സപ്പോർട്ടും ഉണ്ടാകും. രഹസ്യമായിട്ട് അവരെ രക്ഷിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ടാങ്സാനും മറ്റുള്ളവരും ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിന്റെയും ക്രൗൺ പ്രിൻസിന്റെയും ശ്രദ്ധ തിരിക്കും. ആ സമയം ഓസ്കാർ അവന്റെ സോസേജ് ഉപയോഗിച്ച് പറക്കാനുള്ള
അതിനുള്ള ശക്തി കൊടുത്ത് ചക്രവർത്തിയെയും ബെങ്ങിനെയും രക്ഷിക്കണം. ബെങ്ങിനെ നോക്കുകയാണെങ്കിൽ അവന്റെ ഫാദറിനെയും കൊട്ടാരം വൈദ്യനെയും ഒരു ബാഗിന്റെ ഉള്ളിലേക്ക് ആക്കുന്നു. ദൂഗൂബോ കൊടുത്തതായിരുന്നു ആ ബാഗ്. അതിന്റെ ഉള്ളിൽ 2 മണിക്കൂർ നേരത്തേക്ക് മനുഷ്യരെ സ്റ്റോർ ചെയ്യാം. 2 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ നിറം ചോപ്പാകും. പിന്നെ അധിക നേരം അതിന്റെ ഉള്ളിൽ കിടത്താനാകില്ല. അങ്ങനെ ചെയ്താൽ അത് അവരുടെ മരണത്തിന് പോലും കാരണമാകും. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് എടുത്താണ് ബെങ് അവരെ പുറത്തു കടത്തുന്നത്. എന്നാൽ അവന് അധികം പോകാനായില്ല. അപ്പോഴേക്കും ക്രൗൺ പ്രിൻസ് അത് കണ്ടുപിടിച്ചിരുന്നു. അംഗരക്ഷകരെ വിട്ട് അവനെ ആക്രമിക്കുന്നു. ബെങ് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നതാണ്. പക്ഷേ അധിക നേരം അവൻ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായില്ല. അവസാനം തെറിച്ചു പോയി അവൻ വീഴുന്നു. ഇതേ സമയം തന്നെ ടാങ്സാനും മറ്റുള്ളവരും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള അംഗരക്ഷകരെ ഒക്കെ നല്ല രീതിയിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ക്രൗൺ പ്രിൻസ് വെൽ പ്രിപ്പയർഡ് ആണെന്ന്. മാർഷൽ സോൾ ഹാളിന്റെ ആളുകളുമായിട്ട് അവൻ കൈകോർത്തിരിക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് ആക്രമിച്ച് വീഴ്ത്തി അവർ അകത്തേക്ക് പ്രവേശിക്കുന്നു. ബെങ്ങിനെ നോക്കുകയാണെങ്കിൽ ക്രൗൺ പ്രിൻസ് വീണ്ടും പറയുകയാണ്, എന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചായിരിക്കും നിന്റെ ഫാദർ മരിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോഴേക്കും മറ്റൊരു അംഗരക്ഷകൻ വന്ന് പറയുകയാണ്, അവിടെ ചക്രവർത്തിയെ കാണാനില്ല. ക്രൗൺ പ്രിൻസ് അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്. എന്നിട്ടും ചക്രവർത്തിയെ എന്തിനാണ് നീ ഇങ്ങനെ ഒളിപ്പിക്കാൻ നോക്കുന്നത്? അതിനുശേഷം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പോലും ഫാദർ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ബെങ് ആകട്ടെ ചത്താലും അത് പറയില്ല എന്ന് പറഞ്ഞു. ശേഷം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നീ നിന്റെ പ്രവർത്തികളിൽ വിജയിച്ചാൽ പോലും തിയാൻഡുവോ സാമ്രാജ്യത്തിലെ സോൾ മാസ്റ്റേഴ്സ് ലീജിയന്റെ കൺട്രോള് യൂഷിക്കാണ്. നിനക്കതിൽ ഒന്നും ചെയ്യാനാകില്ല. എന്നാൽ ക്രൗൺ പ്രിൻസ് അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ധൈര്യത്തിലാണല്ലേ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, യൂഷിയും മരിക്കാൻ പോവുകയാണ്. യൂഷി മാത്രമല്ല, സോൾ മാസ്റ്റേഴ്സ് ലീജിയനും ഇല്ലാതാകാൻ പോവുകയാണ്. ബെങ് അത് കേട്ട് ഞെട്ടുന്നുണ്ട്. ഇതിനുള്ള സൈന്യത്തെ എല്ലാം ക്രൗൺ പ്രിൻസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ മാർഷൽ സോൾ ഹാളുമായിട്ട് ഒന്നായിട്ടുണ്ടാകുമെന്ന് ബെങ്ങിന് മനസ്സിലാകുന്നു. ശേഷം ക്രൗൺ പ്രിൻസ് പ്ലാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, എല്ലാ കുറ്റവും ബെങ്ങിന്റെ മേൽ ചുമത്തി ബെങ്ങിനെ കൊന്നുകളയും. മാർഷൽ സോൾ ഹാളിന്റെ അറ്റാക്ക് മൂലമാണ് അവൻ മരിച്ചതെന്ന് വരുത്തി തീർക്കും. മാർഷൽ സോൾ ഹാൾ പല സ്ഥലങ്ങളിലും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഒരു ചക്രവർത്തി വേണം. തിടുക്കത്തിൽ എല്ലാവരും എന്നെ ചക്രവർത്തി ആക്കുകയും ചെയ്യും. ശേഷം അംഗരക്ഷകരോട് ബെങ്ങിനെ പിടിക്കാൻ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ടാങ്സാന്റെ ഹാമർ അവിടെ വന്ന് വീഴുകയാണ്. അതുമൂലം അംഗരക്ഷകർ തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ ക്രൗൺ പ്രിൻസ് ഒരു സ്റ്റെപ്പ് മാത്രമേ പതുക്കെ നീങ്ങുന്നുള്ളൂ. ശേഷം ടാങ്സാൻ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഉപയോഗിച്ച് ക്രൗൺ പ്രിൻസിനെ കവർ ചെയ്യുന്നു. എന്നാൽ ക്രൗൺ പ്രിൻസ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോഴേക്കും ഗ്രാൻഡ് സോൾ മാസ്റ്റർ അവിടെ എത്തി. അയാളുടെ ശക്തിയാൽ ബ്ലൂ സിൽവർ പ്ലാന്റ് ഒക്കെ തകർത്ത് കളഞ്ഞിരുന്നു. ക്രൗൺ പ്രിൻസ് അതിനുശേഷം ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് നിസാരമായിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ടാങ്സാൻ ഉടനെ തന്നെ അറ്റാക്കിന് ഒരുങ്ങുമ്പോൾ ബെങ് അവന്റെ കയ്യിലുള്ള ബാഗിന്റെ ഉള്ളിൽ ചക്രവർത്തി ഉണ്ട് എന്ന് രഹസ്യമായിട്ട് ടാങ്സാനോട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ടാങ്സാൻ മുകളിലേക്ക് സിഗ്നൽ വിടുകയാണ്. എന്തിനുള്ള സിഗ്നൽ ആയിരിക്കും അതെന്ന് ക്രൗൺ പ്രിൻസിന് മനസ്സിലാകുന്നുണ്ട്. ക്രൗൺ പ്രിൻസ് പറയുകയാണ്, പക്ഷേ നിങ്ങൾ സിഗ്നൽ വിട്ടത് കൊണ്ട് ഒരു കാര്യവും ഇല്ലല്ലോ. അവരെയും ഇപ്പോൾ മാർഷൽ സോൾ ഹാള് അറ്റാക്ക് ചെയ്യുകയായിരിക്കും. അത് ശരിയായിരുന്നു. ഷ്രെക്ക് അക്കാദമിയെ ആയിരുന്നു മാർഷൽ സോൾ ഹാള് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോൾ മാസ്റ്റേഴ്സ് ലീജിയനും ഷ്രെക്ക് അക്കാദമിയിലെ സ്റ്റുഡൻസും അവരെ നേരിടുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയായിരുന്നു അവിടെ നടന്നത്. രണ്ട് ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നതായിട്ട് കാണിക്കുന്നു. ടാങ്സാനെയും മറ്റുള്ളവരെയും നോക്കുകയാണെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടി ഗ്രാൻഡ് സോൾ മാസ്റ്റർ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. ടാങ്സാൻ ഉടനെ തന്നെ ബ്ലൂ സിൽവർ പ്ലാന്റ് കൊണ്ട് ഒരു മതിൽ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓസ്കാറിനോടാകട്ടെ ബെങ്ങിനെയും കൊണ്ട് അവിടുന്ന് പോകാൻ പറയുന്നു. ടാങ്സാനും മറ്റുള്ളവരും ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓസ്കാർ രക്ഷപ്പെടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രൗൺ പ്രിൻസ് പോലും കളത്തിൽ ഇറങ്ങുന്നു. ക്രൗൺ പ്രിൻസിന്റെ സോൾ റിംഗ് നോക്കുമ്പോഴാണ് അത് 5 എണ്ണം മാത്രമേ ഉള്ളൂ. എന്നാൽ ടാങ്സാൻ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഉപയോഗിച്ച് വീണ്ടും ക്രൗൺ പ്രിൻസിനെ കവർ ചെയ്യുന്നു. അതുകൊണ്ട് ഓസ്കാറിനെയും ബെങ്ങിനെയും ക്രൗൺ പ്രിൻസിന് തടയാനായില്ല. എന്നാൽ അപ്പോഴേക്കും ഗ്രാൻഡ് സോൾ മാസ്റ്റർ വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും തെറിപ്പിച്ച് വീഴ്ത്തുന്ന സമയത്ത് ഓസ്കാറിനെയും ബെങ്ങിനെയും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിരുന്നു. മാഹോങ് ജുണിനൊക്കെ ഇപ്പോൾ ശരിക്കും പരിക്കേറ്റിട്ടുണ്ട്. മുബായിയും ഷൂക്കിങ്ങും ഫ്യൂഷൻ സ്കില്ല് പ്രയോഗിക്കുന്നു. മാഹോങ് ജുണിന് റോങ്ങിന്റെ ക്യൂബറാംബർ പഗോഡയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ അവർക്ക് നേരിടാനാകുന്നില്ല. അത്രമാത്രം അയാൾ പവർഫുൾ ആയിരുന്നു. അയാളുടെ അറ്റാക്ക് കിട്ടി എപ്പോഴും എല്ലാവരും തെറിച്ചു പോവുകയായിരുന്നു. ടാങ്സാൻ ആകട്ടെ പാഞ്ഞു ചെന്ന് ഹാമർ കൊണ്ട് ക്രൗൺ പ്രിൻസിനെ അടിക്കാൻ ഒരുങ്ങി. എന്നാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനുശേഷം നീ എനിക്ക് പറ്റിയ ഒരു എതിരാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ യഥാർത്ഥ രൂപം കാട്ടുകയാണ്. ടാങ്സാൻ ഹാമർ കൊണ്ട് അടിക്കാൻ വരുന്ന സമയത്ത് അവനെ തെറിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥ രൂപം കാണിച്ചത്. അവന് 5 സോൾ റിങ്ങുകളായിരുന്നില്ല, 7 സോൾ റിങ്ങുകളായിരുന്നു. അതായത് ടാങ്സാനേക്കാളും ഒരെണ്ണം കൂടുതലാണ്. അതുമാത്രമല്ല അവൻ പുറത്തെടുത്തത് ഏഞ്ചലിന്റെ ഒരു ശക്തിയായിരുന്നു. മാർഷൽ സോൾ ഹാളിന്റെ മുമ്പത്തെ അധികാരിയുടെ അതേ ശക്തി തന്നെ. അവൻ യഥാർത്ഥത്തിൽ ചക്രവർത്തിയുടെ മകനെ അല്ല. യഥാർത്ഥത്തിലുള്ള ചക്രവർത്തിയുടെ മകൻ എപ്പോഴേ മരിച്ചു പോയിട്ടുണ്ടാകണം. ടാങ്സാനും അത് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നാൾ ഈ വ്യക്തി അയാളുടെ ശക്തികൾ പോലും മറച്ചു വെച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഗ്രാൻഡ്
ഗ്രാൻഡ് സോൾ മാസ്റ്ററിന്റെ അറ്റാക്ക് മൂലം എല്ലാവരും തെറിച്ചു പോയി വീണിരുന്നു. അവർക്ക് എഴുന്നേക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ക്രൗൺ പ്രിൻസ് ആയിട്ട് അഭിനയിച്ചിരുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖവും വെളിപ്പെടുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ആയിരുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ശേഷം അവൾ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു. അവൾ ബിബി ഡോങ്ങിന്റെയും മാർഷൽ സോൾഹാളിന്റെ മുമ്പത്തെ അധികാരിയുടെയും മകളായിരുന്നു. തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുപ്പിച്ചതുകൊണ്ട് തന്നെ ടാങ്സാനെ അവൾ അഭിനന്ദിക്കുന്നുണ്ട്. അക്കാദമിയിൽ നോക്കുകയാണെങ്കിൽ യൂഷിയും ഫ്ലാൻഡറും നല്ലവണ്ണം പ്ലാൻ ചെയ്ത് മാർഷൽ സോൾഹാളിലുള്ളവർക്കെതിരെ പോരാടുന്നുണ്ട്. പരിക്കേറ്റ് കഴിയുമ്പോൾ പുതിയ ആളുകളെ ഫൈറ്റിന് വിടുന്നു. പ്രത്യേകതരം ഫോർമേഷനുകളെ പറ്റി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ യൂഷി അതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഹുലീനയും ക്രിസന്തുവും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അവർ കടുത്ത ഒരു എതിരാളി തന്നെ ആയിരുന്നു. ബിബി ഡോങ്ങും അത് തന്നെയാണ് അവരോട് പറഞ്ഞതെന്ന കാര്യവും ഹുലീന ഇതേ സമയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിന് അവസാനം ഉണ്ടാകണമെങ്കിൽ യൂഷിയെ കൊല്ലണം. ഹുലീന അപ്പോൾ പറയുന്നുണ്ട് ബിബി ഡോങ് യൂഷിയെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ക്രിസന്തും അപ്പോൾ പറയുന്നത് നമുക്കിപ്പോൾ വേറെ വഴികളൊന്നുമില്ല. നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിലും വലിയ പ്രശ്നമായിരിക്കും നേരിടേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അപ്പോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ യൂഷിയെ തന്നെ കൊല്ലുന്നതാണെന്ന് ഹുലീനയ്ക്കും തോന്നുന്നു. പിന്നെ വീണ്ടും ബിബി ഡോങ്ങിന്റെ മകളെയും ടാങ്സാനെയും ഒക്കെ കാണിക്കുന്നു. ടാങ്സാൻ അവന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഇതേ സമയം പറയുന്നു. ബിബി ഡോങ്ങിന്റെ മകൾ അത് കേട്ട് പറയുകയാണ്, നീ ക്ലവർ ആണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ പകുതി മാത്രമേ അത് സത്യമായിട്ടുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ മാർഷൽ സോൾഹാളിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, എന്റെ ശക്തികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിന്റെ കൂട്ടുകാർ ഒരുപാട് ടയർഡ് ആയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ടാങ്സാൻ ആലോചിച്ചു നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് മനസ്സിലാകുന്നു. അവർക്ക് ഹീലാകാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ടാങ്സാൻ അവളോട് സംസാരിച്ച് സമയം കളയാൻ ശ്രമിക്കുന്നു. ബിബി ഡോങ്ങിന്റെ മകളും ടാങ്സാനോട് സംസാരിക്കണം എന്ന് പറയുന്നു. ടാങ്സാൻ അതിന് തയ്യാറാകുന്നുണ്ട്. പക്ഷേ അതുവരെയും തന്റെ ഫ്രണ്ട്സിനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. ബിബി ഡോങ്ങിന്റെ മകൾ അപ്പോൾ അവരെ തുടരുത് എന്ന് ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനും നിർദ്ദേശം കൊടുക്കുന്നു. ടാങ്സാൻ ആകട്ടെ അവരെ ബ്ലൂ സിൽവർ പ്ലാന്റ് കൊണ്ട് പൊതിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഹീലാകാൻ വേണ്ടി ഓസ്കാർ അവർക്ക് സോസേജും കൊടുത്തിരുന്നു. ടാങ്സാനോടാകട്ടെ ബിബി ഡോങ്ങിന്റെ മകൾ അവളുടെ കൂടെ ചേരാൻ ആവശ്യപ്പെടുന്നു. തിയാൻഡുവോ സാമ്രാജ്യം മാത്രമല്ല, അവളുടെ ശക്തി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അവളുടെ ഡൊമൈന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ സംസാരിച്ചത് വേറെ ആരും കേട്ടിരുന്നില്ല. ബിബി ഡോങ്ങിന്റെ മകളാകട്ടെ വീണ്ടും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അത് മാത്രമല്ല അവൻ ആഗ്രഹിക്കുന്ന എന്തും തന്നെ കൊടുക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. പണമോ പ്രശസ്തിയോ സോൾ ബോണുകളോ അങ്ങനെ എന്തും തന്നെ ചോദിച്ചോളാനും ആവശ്യപ്പെടുന്നു. ടാങ്സാൻ അപ്പോൾ എങ്ങനെയെങ്കിലും കൂടുതലായിട്ട് അവളോട് സംസാരിച്ചെന്ന് അവന്റെ കൂട്ടുകാർക്ക് സമയം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെയും പൂവിനെയും ഈ സ്ഥിതിയിലാക്കിയ എല്ലാവരെയും കൊല്ലണമെന്നാണ് ടാങ്സാൻ ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് ക്രിസന്തുവിനെയും ഗോസ്റ്റിനെയും കൊല്ലണമെന്ന് ബിബി ഡോങ്ങിന്റെ മകളോട് ആവശ്യപ്പെടുന്നു. ബിബി ഡോങ്ങിന്റെ മകളാകട്ടെ ടാങ്സാൻ അവരെക്കാളും യൂസ്ഫുൾ ആയിട്ട് തീരുകയാണെങ്കിൽ തീർച്ചയായും അതും പരിഗണിക്കാമെന്ന് പറയുന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. അങ്ങനെ അതിനുള്ള സമയം കൂടി കിട്ടുമല്ലോ. അപ്പോഴേക്കും ബെങ്ങിന്റെ കയ്യിലുള്ള ബാഗ് ചുവപ്പ് നിറമാകുന്നു. അത് കണ്ട് അവരോട് ഇനി നമുക്ക് അധികം സമയമില്ല എന്ന് ബെങ് പറയുന്നു. അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ മറ്റൊരു ഐഡിയ ഉണ്ട് എന്ന് മുബായി പറയുന്നു. ശേഷം അവർ ആ ഐഡിയയെ പറ്റി യൂഷിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് കാണിക്കുന്നു. അതായത് എല്ലാവരുടെയും സ്കില്ലുകൾ ഒരുമിച്ച് ഒരു ഫ്യൂഷൻ സ്കില്ല് തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 3 നിബന്ധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കാര്യത്തിൽ 3ഉം ഓക്കെയാണ്. അതുകൊണ്ട് ഇവർക്ക് ആ ഫ്യൂഷൻ സ്കില്ല് ഉപയോഗിക്കാം. അങ്ങനെ അത് ഉപയോഗിച്ച് അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെയും അവർക്ക് നേരിടാനാകും. ഈ ഒരു അവസരത്തിൽ ഓസ്കാർ ബെങ്ങിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അതായിരുന്നു അവരുടെ പ്ലാൻ. ശേഷം ബ്ലൂ സിൽവർ പ്ലാന്റിൽ നിന്ന് പുറത്തു വന്ന് അവർ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ നിങ്ങളെ ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം, പക്ഷേ നിങ്ങൾ ഇത് ചോദിച്ചു വാങ്ങുകയാണെന്ന് പറഞ്ഞ് അവരെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അവരാകട്ടെ ഉടനെ തന്നെ ഫ്യൂഷൻ സ്കില്ലും ഫോം ചെയ്യുന്നുണ്ട്. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ അവന്റെ രണ്ടാമത്തെ ആഗ്രഹവും പറയുന്നു. അത് വേറൊന്നുമായിരുന്നില്ല, മാർഷൽ സോൾഹാളിനെ തന്നെ ഇല്ലാതാക്കണമെന്നായിരുന്നു. അതുവഴി അവന്റെ പാരന്റ്സിന് വേണ്ടിയും ബൂവിന് വേണ്ടിയും പ്രതികാരം ചെയ്യാൻ സാധിക്കും. അവസാനം മാർഷൽ സോൾഹാൾ തന്റെ എന്നേക്കുമായിട്ടുള്ള ശത്രുവാണ്. മാർഷൽ സോൾഹാളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെയും താൻ ഫോളോ ചെയ്യില്ല എന്നും പറയുന്നു. ദേഷ്യത്തോടെ ബിബി ഡോങ്ങിന്റെ മകൾ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിന്റെ കൂട്ടുകാർ എല്ലാവരും ഇവിടെ വെച്ച് മരിക്കുമെന്ന്. അവസാനമായിട്ട് ഒരു അവസരം കൂടി അവന് കൊടുക്കുന്നു. എന്നിട്ടും അവൻ അതിന് തയ്യാറാകാതെ അവളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ അവന്റെ മാർഷൽ സോൾ പുറത്തെടുക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവളുടെ ഡൊമൈന്റെ ശക്തിയായിരുന്നു. ഇതുവഴി അവൾ നിസ്സാരക്കാരിയല്ല എന്ന് ടാങ്സാന് പോലും മനസ്സിലാകുന്നുണ്ട്. ബിബി ഡോങ്ങിന്റെ മകൾ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. അവളുടെ ഈ ഡൊമൈന്റെ ഉള്ളിൽ വെച്ച് അവളായിരിക്കും സുപ്രീം ആയിട്ടുള്ളത്. എല്ലാവരുടെയും ശക്തിയെ അവൾക്ക് അടിച്ചമർത്താം. ശേഷം അവസാനം വീണ്ടും അവന് ഒരു അവസരം കൂടി കൊടുക്കുന്നുണ്ട്. അവൾ ടാങ്സാനിൽ അത്രയ്ക്കും വിശ്വാസം അർപ്പിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അവനും ബിബി ഡോങ്ങിനും മാത്രമാണ് ആ കോണ്ടിനെന്റിൽ ട്വിൻ മാർഷൽ സോൾ ഉള്ളത്. അതുകൊണ്ട് ടാങ്സാന്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസം
വിശ്വാസമുണ്ട്. ഭാവിയിൽ അവൻ എന്തായാലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടായിരുന്നു അത്രയും ആഗ്രഹത്തോടെ ടാങ്സാനെ കൂടെ കൂട്ടാൻ അവൾ ആഗ്രഹിക്കുന്നത്. പുറത്തു നോക്കുകയാണെങ്കിൽ ടാങ്സാന്റെ കൂട്ടുകാർ ഫ്യൂഷൻ സ്കിൽ ഉപയോഗിച്ച് ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ നേരിടുന്നു. ഇപ്രാവശ്യം നല്ല രീതിയിൽ അയാളെ ചെറുത്തു നിൽക്കാൻ അവർക്കാകുന്നുണ്ട്. ഓസ്കാർ ആകട്ടെ ബെങ്ങിനെ മറ്റൊരു സോസേജ് കൊടുത്തുകൊണ്ട് അവിടുന്ന് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് കണ്ടു കഴിയുമ്പോൾ ഗ്രാൻഡ് സോൾ മാസ്റ്റർ അയാളുടെ സർവ്വശക്തിയും എടുത്ത് അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും തെറിപ്പിച്ച് വീഴ്ത്തുന്നു. അതിന്റെ കൂടെ ഓസ്കാറും ബെങ്ങും തെറിച്ചുപോയി വീണ് ചോര തുപ്പിയിരുന്നു. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ തന്റെ കൂട്ടുകാർക്ക് കൂടുതൽ സമയം കിട്ടട്ടെ എന്ന് കരുതി കൂടുതലായിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം അവളെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അവളുടെ പ്രവൃത്തികളെ അവൻ ആരാധിക്കുന്നു എന്ന് പറയുന്നു. ചെറുപ്രായത്തിൽ തന്നെ വീട് വിട്ടു വന്നതും 20 വർഷത്തോളം അതിനുവേണ്ടി പ്രയത്നിച്ചതും ഓരോ രാജകുമാരന്മാരെ വിഷം കൊടുത്തു കൊന്നതും അവൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ടാങ്സാൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ബേബി ഡോങ്ങിന്റെ മകളാകട്ടെ അക്കാര്യങ്ങളെല്ലാം ഓർക്കുന്നതായിട്ടും കാണിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് വിഷമത്തോടെ മാർഷൽ സോൾ ഹാൾ വിട്ടു വന്നതൊക്കെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. ബേബി ഡോങ്ങിന്റെ മകളാകട്ടെ ടാങ്സാനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അവൻ കോമ്പറ്റീഷനിൽ വിജയിച്ചതും ഗംഷിൻ സിറ്റിയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളും അവസാനം ഇങ്ങനെ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നീയും എന്റെ പോലെ തന്നെയാണ്. നമ്മൾ ശത്രുക്കളാകേണ്ടവരല്ല, ഒരേ സൈഡിൽ നിന്ന് പോരാടേണ്ടവരാണ്. എന്നാൽ സമയമായി എന്ന് മനസ്സിലാക്കി അവന്റെ സോൾ ബോണുകൾ പുറത്തെടുത്തിട്ട് ടാങ്സാൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഇല്ല, നമ്മൾ ഒരേപോലെയല്ല, നമുക്കൊരിക്കലും ഒരുമിച്ച് പ്രവർത്തിക്കാനാകില്ല. അതും പറഞ്ഞ് ടാങ്സാൻ ദേഷ്യത്തോടെ അവളെ ആക്രമിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യവും ടാങ്സാൻ തെറിച്ചു പോവുകയാണ്. എന്നാൽ വലിയ പരിക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. ബേബി ഡോങ്ങിന്റെ മകളാകട്ടെ എന്തായാലും അവൻ തന്റെ കൂടെ ചേരാൻ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കി അവനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു. നിന്റെ ടാലന്റും ബുദ്ധിയുമെല്ലാം വെറുതെ വേസ്റ്റ് ആയി പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ടാങ്സാനും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്രാവശ്യം അവനെ ഹാമർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പുറത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്യൂഷൻ സ്കില്ലിൽ ഗ്രാൻഡ് സോൾ മാസ്റ്ററും ഇംപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ എന്റെ മുമ്പിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ശക്തി ഉപയോഗിച്ച് ഓസ്കാറിനെയും ബെങ്ങിനെയും കൊല്ലാൻ ഒരുങ്ങുന്നു. എന്നാൽ മുബായി അവരുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ആ ആക്രമണം നേരിടുന്നു. മുബായി അപ്പോൾ ബീസ്റ്റിന്റെ രൂപത്തിലായിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെയും നേരിടുന്നുണ്ട്. റോങ് ആകട്ടെ ഓസ്കാറിനോട് ബെങ്ങിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. എന്നാൽ ഗ്രാൻഡ് സോൾ മാസ്റ്റർ വീണ്ടും ഒരുപാട് ശക്തികൾ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും തെറിപ്പിക്കുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും വീണ്ടും എഴുന്നേറ്റുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ തടയുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഓസ്കാറും ബെങ്ങും ഒരുപാട് ദൂരത്തിലെത്തിയിരുന്നു. ആദ്യത്തെ ആക്രമണത്തിലും അവരെല്ലാവരും തെറിച്ചു പോയ സമയത്ത് ബെങ്ങും ഓസ്കാറും തെറിച്ചു പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് അവരുടെ സർവ്വശക്തിയും എടുത്ത് ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ നേരിടുന്ന സമയത്ത് കുറച്ചു നേരം അയാളെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ബെങ്ങും ഓസ്കാറും ഒരുപാട് ദൂരത്തിലെത്തിയിരുന്നു. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ ഡീമൺ ഡൊമൈൻ ഉപയോഗിച്ചായിരുന്നു അവന്റെ ശക്തി അവൻ തിരിച്ചു പിടിച്ചത്. ബേബി ഡോങ്ങിന്റെ മകൾ അതിനെ പ്രശംസിക്കുന്നുമുണ്ട്. പക്ഷേ 7ാമത്തെ സോൾ സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ഡൊമൈൻ കൂടുതൽ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ബേബി ഡോങ്ങിന്റെ മകൾക്ക് 7 സോൾ റിങ്ങുകളുണ്ട്. പക്ഷേ ടാങ്സാൻ 6 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നേറ്റ് ഡൊമൈന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ടാങ്സാന്റെ നേരെ വിടുന്നു. ഈ പ്രാവശ്യം ടാങ്സാന് വീണ്ടും അവന്റെ സോൾ പവറുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം പവർഫുൾ ആയിട്ടുള്ള കുറെ അറ്റാക്കുകളാണ് ടാങ്സാന്റെ നേരെ തൊടുത്തു വിടുന്നത്. കുറച്ചു നേരം മാത്രമേ ടാങ്സാന് അവിടെ പിടിച്ചു നിൽക്കാനായുള്ളൂ. അവസാനം അവളുടെ വാളിന്റെ ശക്തി ടാങ്സാന്റെ ശരീരത്തിൽ തറച്ചു കയറി ടാങ്സാന്റെ ബോധം തന്നെ പോവുകയാണ്. മരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരു പ്രാവശ്യം നിന്നോട് പറഞ്ഞു നോക്കി, ഇനി നിനക്ക് അവസരം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബേബി ഡോങ്ങിന്റെ മകൾ അത് ചെയ്തത്. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ സീൽ നിന്ന് വു അവനോട് കരഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് നീ ഹാമറിന്റെ മറ്റൊരു ശക്തി പ്രയോഗിക്കാതിരുന്നതെന്നാണ് അവൾ ചോദിച്ചത്. അതിന്റെ പേരും പറയുന്നുണ്ട്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബേബി ഡോങ്ങിന്റെ മകളുടെ ഈ ശക്തികളിൽ നിന്ന് പുറത്തു കടക്കാമെന്ന് വു പറയുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയുടെ സോൾ ബോണിൽ നിന്നുള്ള ഒരു ശക്തി അവന്റെ ശരീരമാകെ പ്രവേശിക്കുന്നു. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുന്നു. അത് കണ്ട് ബേബി ഡോങ്ങിന്റെ മകൾ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. നിനക്ക് ഇത്രമാത്രം വേഗത്തിൽ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ടാങ്സാൻ ആകട്ടെ അതിനുശേഷം വു പറഞ്ഞതുപോലെയുള്ള ഹാമറിന്റെ അറ്റാക്ക് ആണ് അവളുടെ നേരെ പ്രയോഗിക്കുന്നത്. വു പറഞ്ഞതുപോലെ ഇപ്രാവശ്യം തന്റെ സർവ്വശക്തിയും എടുത്ത് ആ ശക്തി പ്രയോഗിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ ടാങ്സാന് സാധിക്കുന്നു. ഇതുമൂലം ടാങ്സാന് നല്ല രീതിയിലുള്ള പരിക്കേൽക്കുന്നുണ്ട്. പക്ഷേ അവന് മാത്രമല്ല, ബേബി ഡോങ്ങിന്റെ മകൾക്കും നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു. അവളും ചോര തുപ്പി പോകുന്നു. ഗ്രാൻഡ് സോൾ മാസ്റ്റർ അവളുടെ അടുത്തേക്ക് ഓടിയും വരുന്നുണ്ട്. ടാങ്സാൻ ആകട്ടെ ഇതേ സമയം അവന്റെ മാർഷൽ സോളും പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. ബേബി ഡോങ്ങിന്റെ മകൾ പറയുകയാണ്, ഇനി നീ തീർച്ചയായും മരിക്കേണ്ടവനാണ്. എന്റെ ഏഞ്ചലിക് പവറുകളിൽ നിന്ന് നീ പുറത്തു കടന്നിരിക്കുന്നു. അത് നിനക്ക് തകർക്കാനായി. പക്ഷെ അതിന്റെ ഫലമായിട്ട് നിനക്ക് നിന്റെ മാർഷൽ സോളും പ്രയോഗിക്കാനാകില്ല. നിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലാൻ
പറയാൻ പോവുകയാണ്. തീർച്ചയായും രാജകീയമായിട്ട് തന്നെ നിന്നെ ഞാൻ അടക്കിക്കോളാം, മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ ഞാൻ മറക്കുകയുമില്ല. ശേഷം വീണ്ടും അവളുടെ ഏഞ്ചലിക് ശക്തികളെല്ലാം പുറത്തെടുത്ത് അവനെ കൊല്ലാൻ പോവുകയാണ്. ടാങ്സാന്റെ ഫ്രണ്ട്സുകൾക്കും നിസ്സഹായരായിട്ട് അത് കണ്ടു നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ, കാരണം അത്രമാത്രം അവർക്കും പരിക്കേറ്റിരുന്നു. എന്നാൽ ആ അവസ്ഥ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ ടാങ്സാന്റെ ഹെക്ടോമില്ലേനിയം സോൾ റിംഗ് പ്രത്യക്ഷമാകുന്നു. അതിൽ നിന്ന് വൂ തന്നെ പുറത്തു വരികയാണ്. അതിനുശേഷം ഇനി ഇവളുടെ കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയുന്നു. അതിനുശേഷം ടാങ്സാനോട് ആംഗ്യം കാണിച്ചു കഴിയുമ്പോൾ വൂവിന്റെ യഥാർത്ഥ ബോഡിയും ആ വൂവിന് വേണ്ടി അവൻ വിട്ടുകൊടുക്കുന്നുണ്ട്. രണ്ട് ബോഡിയും ഒരുമിച്ചാവുന്നത് കാണിക്കുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.